സംഭവം മനസ്സിലായോ? ചേട്ടൻ ഉണ്ണിക്കുട്ടൻ ചാടി വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയെ കാണിക്കാനായിട്ട്. ബാക്ക് പാക്കർ അരുണിമ ആരെന്ന് നിങ്ങൾക്കറിയാലോ? നമ്മുടെ ട്രിപ്പൊക്കെ പോയി ഇടക്കിടക്ക് ആ ചേട്ടൻ എന്നെ ഉമ്മ വെച്ചു, ഈ ചേട്ടൻ എന്നെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓരോ വൈറൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ട്രാവലറാണ്. വൈറൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് സമൂഹത്തിന് മുമ്പിലേക്ക് പുള്ളിക്കാരി കാണിക്കുന്നു. പുള്ളിക്കാരി പലയിടത്തായിട്ട് ലിഫ്റ്റ് ചോദിച്ച് നമുക്ക് ഇങ്ങനെ ചോദിച്ചു പോവാം. അങ്ങനെയാണ് പുള്ളിക്കാരി പോകുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ ചോദിച്ചു പോയപ്പോഴത്തേനും ഒരു ചേട്ടൻ ഉണ്ണിക്കുട്ടനെ എടുത്താൽ കാണിച്ചു കൊടുത്തത്. ആ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടണിൽ ടക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം ലൈക്കും ഹൈപ്പും കമന്റും ഒക്കെ ഒന്ന് ചെയ്തേരെ. കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്ക് പാക്കർ അരുണിമയെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഈ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരി ട്രാവൽ വ്ളോഗുകളാണ് ചെയ്യുന്നത്. പുള്ളിക്കാരിയുടെ ട്രാവലിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് കിടച്ച വണ്ടി കയറി പിടിച്ച സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ കിടച്ച സ്ഥലത്ത് കിടന്ന് ഉറങ്ങിയിട്ട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഒരു സ്റ്റൈല്. അതായത് വരുന്നു, കാണുന്ന വണ്ടിക്ക് ലിഫ്റ്റ് അടിക്കുന്നു, ലിഫ്റ്റ് അടിച്ച് ഇന്ന സ്ഥലത്ത് കയറി ഇറങ്ങുന്നു, അവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുന്നു. ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് കയറി കണ്ട് സ്ഥലങ്ങൾ കണ്ട് പുള്ളിക്കാരി ഒരു ട്രാവല് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഒരു സംഭവം. അപ്പൊ ഈ പോക്കുകളിൽ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഒരു പീരിയോഡിക് ഇന്റർവെല്ലിനകത്ത് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ലവൻ എന്നെ ഉമ്മ വെക്കാൻ നോക്കി, ലിവൻ എന്നോട് മോശമായിട്ട് പെരുമാറി, ലവൻ എന്നെ കയറി പിടിക്കാൻ വന്നു. ഇങ്ങനെ ഒരു വിഷയങ്ങൾ പുള്ളിക്കാരിയുടെ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. പുള്ളിക്കാരി ഇടയ്ക്ക് മാറുമറയ്ക്കാൻ പറ്റാത്ത ഒരു ട്രൈബ്സിന്റെ ഇടയ്ക്ക് പോയിട്ട് പുള്ളിക്കാരി മാറുമറയ്ക്കാതിരുന്നു. അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ പുള്ളിക്കാരിയുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇപ്പോൾ തുർക്കിയിലാണ്. അവിടുത്തെ ആണുങ്ങളെല്ലാം ഉമ്മപ്രിയരാണെന്നാണ് നമ്മൾ ഈ പുള്ളിക്കാരുടെ വീഡിയോ കാണുമ്പോഴത്തേനും അറിയാൻ സാധിച്ചത്. നമുക്ക് ആദ്യം പുള്ളിക്കാരുടെ ഒരു ഉമ്മ വീഡിയോ നമുക്കൊന്ന് കേട്ടുപോകാം. എന്റെ അമ്മ ഒന്നും പറയണ്ട. ഞാനിപ്പോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ലിഫ്റ്റ് അടിച്ചാണ്. ആ ലിഫ്റ്റ് അടിച്ച കാറിലെ ആളെന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യൻ ഗേളിനെ ഇതുവരെ കിസ് ചെയ്തിട്ടില്ല, കവളത്തൊരു കിസ് തരട്ടെ എന്നുള്ളത്. കവിളത്താണ് ഇവിടെ ഉമ്മ ചോദിക്കുന്നേ. അവന്റെ കവിള് നോക്കി ഒരൊറ്റ അട്ടി അങ്ങ് കൊടുക്കാൻ പറ്റില്ലായിരുന്നോ? അതായത് സംഭവം എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ ഗേളിനെ അവൻ ഉമ്മ വെച്ചിട്ടില്ല. ഏത് നമ്മുടെ 7 ഭൂഖണ്ഡങ്ങളുണ്ട്. 7 ഭൂഖണ്ഡങ്ങളിലുള്ള ബാക്കി എല്ലാ സ്ത്രീകളെയും അവൻ ഉമ്മ വെച്ചിട്ടുണ്ട്. അവറ്റൊക്കെ ഒരു അവന്റെ ഒരു പറഞ്ഞ് എന്ത് കഷ്ടം. ഇവിടെ എന്താ ആൾക്കാർക്ക് കിസ് കിട്ടാണ്ട് എന്തായി പോകുന്ന ആൾക്കാരാണോ? അത് അവിടെ മാത്രമൊന്നുമില്ല, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ഇവിടത്തെ നിയമങ്ങൾ ശക്തമായത് കൊണ്ടും സ്ത്രീകൾ കൊണ്ട് ലവൻ എന്നെ 14 മിനിറ്റ് തുറച്ചു നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിലിനകത്ത് അറച്ചു കിടക്കണമെന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഇവിടെ നടക്കാത്തത്. അവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ലായിരിക്കും. സ്ത്രീക്കും പുരുഷനും കൊന്തളിക്കണമെങ്കിൽ കൊന്തളിക്കാം. അതുകൊണ്ട് യാതൊരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ ആയത്. ഇവിടത്തെയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നമ്മൾ ഇവിടെ നമ്മളെ കടുപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ ആവുന്നില്ലെന്നേ ഉള്ളൂ. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇതാണല്ലേ പറയുന്നത്. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. ലാസ്റ്റ് എപ്പിസോഡിൽ ഇത് തന്നെയാണ് സംഭവം. ലിഫ്റ്റ് ചോദിച്ചപ്പോഴത്തേനും ചേട്ടൻ ഉമ്മ ചോദിച്ചു, ഉമ്മ വെക്കാൻ വന്നു, പുള്ളിക്കാരി തള്ളി മാറ്റി. എന്നിട്ട് ഈ ഉമ്മ ചോദിച്ചവൻ പുള്ളിക്കാരിയെ വിട്ടിട്ട് തിരിച്ചു പോയിട്ട് കുറച്ചങ്ങോട്ട് ദൂരം പോയപ്പോഴത്തേനും ഇവരുന്ന് ആലോചിച്ചു, ഇന്നാലും ഞാൻ ആ ഇന്ത്യൻ കൊച്ചിന് എനിക്കൊരു ഉമ്മ കൊടുക്കാൻ പറ്റിയില്ലോ, തിരിച്ചു പോയി ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു വന്ന് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു പുള്ളിക്കാരി ഉമ്മ വെക്കാൻ നിൽക്കായിരുന്നു. അപ്പോ നേരത്തെ ഈ പുള്ളിക്കാരനാണ് എന്റെ അടുത്ത് കവളിൽ ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിച്ചത്. അയാളെ തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് അപ്പുറം കൊണ്ടാക്കാന്ന്. അതായത് ഇവിടെ റോഡ് അടിപൊളി ആയതുകൊണ്ട് തന്നെ 58 മിനിറ്റും 78 കിലോമീറ്ററും ദിനാറിലേക്ക് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുള്ളത്. 1 അവർ എല്ലാം എന്നെ കൊണ്ടാക്കുന്നത് 78 കിലോമീറ്റർ കൊണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ 2 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ കൊണ്ടാക്കാന്ന് പറഞ്ഞ പോലെ ഇവിടെ 78. പുള്ളിക്കാരനായിട്ട് ഞാനിത് കുറേ നേരിട്ടുണ്ട്. പുള്ളിക്കാരനോട്ട് വൈബടിച്ച് ചില്ലടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരനാണ് ആദ്യം കിസ് ചോദിച്ചത്. ഈ പുള്ളിക്കാരൻ തന്നെ കുറച്ചങ്ങോട്ട് പോയിട്ട് നമ്മുടെ പാവം ബാക്ക് പാക്കർ അരുണിമ അവിടെ നിൽക്കുന്നത്. ബാക്ക് പാക്കർ അരുണിമയോട് ഒരു ഉമ്മ ചോദിച്ചിട്ട് കിട്ടിയതുമില്ല. എന്നാൽ പുള്ളിക്കാരിനെ ഒന്ന് സഹായിച്ചേക്കാം, കുറച്ച് കിലോമീറ്റർ അങ്ങ് കൊണ്ടാക്കാം, ഒരു 78 കിലോമീറ്റർ കൊണ്ടാക്കിയേക്കാന്ന് ചിന്തിച്ച് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ അവന്റെ മനസ്സിനകത്തുള്ള ഇന്റൻഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വീണ്ടും അവൻ്റെ കൂടെ കയറുമ്പോഴത്തേനും അവൻ ചിലപ്പം മിസ്ബിഹേവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മിസ്ബിഹേവ് ചെയ്തില്ലെന്ന് അറിയത്തില്ല. 78 കിലോമീറ്റർ പോകേണ്ട 40 കിലോമീറ്റർ ആയപ്പോഴത്തേനും പുള്ളിക്കാരിനെ ഇറക്കി വിട്ടു. നീ ഇനി ഇല്ല എന്ന് പൊക്കിച്ചപ്പോ ഞാനൊരു നിസ്സാരമായിട്ടുള്ള ഉമ്മ പ്രതീക്ഷിച്ചിട്ടാണ് നിന്റെ കൂടെ കയറിയത്. ആ ഉമ്മ നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ നീ ബാപ്പ അയക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിനെ ഇറക്കി വിട്ടു. അങ്ങനെ ഇറങ്ങി നിന്ന സമയത്ത് പുള്ളിക്കാരിക്ക് അടുത്ത ലിഫ്റ്റ് കിട്ടിയത് ഒരു BMW കാറാണ് സുഹൃത്തുക്കളെ. കാറിലെ ചേട്ടനാണ് ഉണ്ണിക്കുട്ടനെ വിളിച്ച് വെളിയിലിട്ടത്. നമ്മൾ കാറിലെ ചേട്ടനെ കാണാം. പെട്ടെന്ന് തന്നെ എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു വണ്ടിയിൽ അപ്പൊ പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചേട്ടനെ കണ്ടിട്ട് സുന്ദര കോമള കാശുകാര സുന്ദര കുട്ടാപ്പിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ സുന്ദര കുട്ടാപ്പിയുടെ കയ്യിലിരിപ്പുണ്ടല്ലോ, കയ്യിലല്ലോ, ശരിയല്ലത്. അത് ശരിയല്ല ചേട്ടൻ്റെ. നമുക്ക് ശരിയല്ലാത്ത കാണാം.
പോവായിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുത്തേനെ. പക്ഷെ ഇതിലായതുകൊണ്ട് അധികം സമയം എടുക്കൂല. ഞാൻ ഭയങ്കര ലക്കി. അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത പിന്നെ മുടഞ്ഞ ലക്കിയിലേക്ക് നമുക്ക് കിടക്കാൻ കിട്ടും. എത്തൂലായിരുന്നു. ഇന്നലെ പോകുന്നതല്ലേ, ഇന്നലെ രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം. ഇന്നലെ രാവിലെ 9 മണിക്ക്. നോ 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 ഓക്കെ. സിഗരറ്റ് കൊടുത്തു. ആ നാട്ടിൽ സിഗരറ്റ് വലിയ അതീവ സജീവമാണ്. ഈ പുള്ളിക്കാരി ഏതൊക്കെ വണ്ടി കയറി ലിഫ്റ്റ് വെച്ച് ലവ്മാരുടെ എല്ലാം കുമ്പത്തൊരു സാമാന്യം ഇരിപ്പുണ്ട്. അവര് വലിച്ചു വിടുന്നുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലാടാ മൊണ്ണകളെ. അത് മനസ്സിലാക്ക്. വലിക്കുന്ന എല്ലാവരോടും ഉണ്ടല്ലോ. നിങ്ങൾ വലിക്കുന്നവരോടാണെങ്കിൽ നിങ്ങളോടും കൂടാ. എനിക്ക് സിഗരറ്റ് തരുന്നേ അതെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എല്ലാവരും ഫുൾ ടൈം ഇങ്ങനെ സിഗരറ്റ് തരും. വാട്ട് ആർ യു ഡൂയിങ്? ചേട്ടൻ വേറെ മൂഡില്ല എന്നൊക്കെ ആക്കുന്നുണ്ട്. ഇതെന്ത് സംഭവം എന്നറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഉള്ളിന്ന് വരുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചിടാനുള്ള സ്വഭാവത്തിലാണ്. പുള്ളിയുടെ വൃത്തികെട്ട സ്വഭാവം പുള്ളിക്കാരൻ പുറത്തെടുക്കുകയാണ്. BMW കാറുള്ളത് കൊണ്ട് ഈ പെൺകുട്ടികളെല്ലാം വളയും എന്നായിരിക്കും ഇതുപോലത്തുള്ള കാശുകാരൻ തെണ്ടികളുടെ എല്ലാം വിചാരം. ബാക്കിയാണ്. അരുണിമ അത് കാണിക്കാനാണെങ്കിൽ ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് ബ്ലർ ചെയ്ത് ഐസ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ മ്ലേച്ഛന്മാരെ സൂക്ഷിച്ചോളൂ. ഇവൻ BMW കാർ വന്നപ്പോൾ ഇവൻ വിചാരിച്ച് നമ്മുടെ ഇഷ്ടം പോലെ കാശുണ്ട്, ഈ എങ്ങാനും ഒരു ബിരിയാണി കിട്ടിയാലോ എന്നൊരു ചിന്താഗതിയിലാണ് ഇവൻ പോയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്ത്രീകൾക്ക് സാമ്പത്തികം ഇല്ലാത്തൊരു സ്ഥിതിവിശേഷണമുണ്ട്. അപ്പോൾ ഈ കാശുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട് ഇവരെ സഹായിക്കണം എന്നുള്ള വ്യാജന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തരത്തിലുള്ള ലഹരി കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപെടുത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ റാക്കറ്റിലേക്കൊക്കെ കൊണ്ടുപെടുത്തുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. ഇവൻ അങ്ങനെ കൊണ്ട് പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഇവന്റെ ഉദ്ദേശം ഇവനും വീഡിയോ എടുക്കരുത്, ഇവിടെ ആസ്വദിക്കാനുള്ള സമയത്ത് വീഡിയോ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതാക്കുന്നത്. പുള്ളിക്കാരി ഇവിടെ ബ്ലാക്ക് റൗണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ സുലഭമായി കാണുന്നൊരു സാധനമാണ്. നമ്മൾ കാണാറില്ലേ KSRTC ബസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ചേട്ടസൂത്രം കാണിച്ചു എന്നൊരു സാധനം. അതേപോലത്തെ ഒരു സൂത്രം കാണിയിലാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ KSRTC ബസ്സിൽ വരെ കാണിക്കുന്നു, ലവൻ BMW കാറിൽ ഇരുന്ന് കാണിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോഴത്തേനും ഏറെക്കുറെ എല്ലാവരും സിമിലർ ആണ്. എല്ലാവർക്കും എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പൂച്ചക്കുട്ടീനെ പുറത്ത് കാണിക്കണം എന്ന ചിന്താഗതിയായിട്ട് ഇറങ്ങി നടക്കുന്ന കുറെ പേരുണ്ട്. മനസ്സിലാക്കുക. What are you doing? ഉഫ് എന്നൊക്കെ ആക്കുന്നു. ഞാൻ ഈ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയാൾ ഓരോ വൃത്തിയോടും കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ഓരോ വൃത്തിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയാൽ പോലും നോക്ക്, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് ഞാൻ കണ്ടോ. ആ കാശുകാരൻ തണ്ടി അവസരം മുതലെടുത്തിട്ടാണ് ചെയ്തത്. അവിടെ പുള്ളിക്കാരി ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പോകാൻ വേറെ മാർഗമൊന്നുമില്ല. സോ അതിനകത്ത് പുള്ളിക്കാരി സഹിച്ച് ക്ഷമിച്ചു ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു പിടിയുമില്ല. അവിടുത്തെ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കപ്പെടാത്തതുകൊണ്ടാകാം, അവിടുത്തെ അവിടുത്തെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാകാം. പക്ഷെ ഇവിടെങ്ങാണ് വരുന്നത് 14 സെക്കൻഡ് തുറച്ചു നോക്കിയാൽ തന്നെ അകത്ത്. അത് എന്തൊരു സെറ്റപ്പാന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും അരുണിക്ക് ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസുകൾ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോകുമ്പോഴത്തേനും നമ്മൾ കൂടെ സഹകരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ കാണുന്ന സഹകരിക്കുന്ന ആളുകൾ, എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണെന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ പോലും അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. സോ കാണുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട് മുള്ളിനെ മുനപിടിക്കും. ബാക്കി എത്ര ഉള്ളു തീർന്നോ? എനിക്ക് വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ കാണിക്കും? ഇല്ല, അവന്റെ ഉണ്ണിക്കൂട്ടനെ എടുത്ത് പുറത്തു വിടാൻ അവൻ സമ്മതിക്കും. അവനൊരു ജോണി സിൻസ് ആണെന്നാണ് വിചാരം. അവൻ വളരെ സജീവമായി രഹസ്യമായി താങ്കളെ മാത്രം കാണിച്ചല്ലേ. താങ്കളെ പോലെ എത്ര പേരെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും അത് വീഡിയോ എടുത്തത് മോശമായി പോയി. വീഡിയോ എടുത്തത് വട്ടത്തൊക്കെ ഇവിടെ എത്ര പെൺകുട്ടികൾ ഇത് കാണാൻ ആഗ്രഹിച്ച് ജോണി സിൻസിന് ഒരു പകരക്കാരനായിട്ട് അവൻ മാറിയവൻ കൊച്ചു. ഇവിടത്തെ ആൾക്കാർ എന്തോ ഭയങ്കര എന്തോ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. അത് അവിടുത്തെ ആൾക്കാരുടെ കുഴപ്പമില്ല. ലോകം ഒന്നാം തരം, ലോകത്ത് മൊത്തം ഈ ഒരു മേഖലയ്ക്ക് വളരെ വലിയ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇത്തരം ചില വികാരങ്ങൾ. അത് പുറത്ത് കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ അത് പുറത്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകളോട് പുറത്തെടുക്കാൻ പാടുള്ളൂ എന്നുള്ള സാധനം കുറച്ച് ആളുകൾക്ക് ഇല്ലാത്തതാണ് കുഴപ്പം. അപ്പൊ ഇതുപോലത്തെ ചില നാടുകളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നാടുകളിലൊക്കെ ഇതൊക്കെ വളരെ കോമൺ ആണ്.
അതിൻ്റെ ചില കാര്യങ്ങളൂടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി പുള്ളിക്കാരി ബാക്കി പറയുന്നേക്കാം. എനിക്ക് അറിയുന്നില്ല എന്താ ഇത്ര പ്രശ്നമെന്ന്. ഞാൻ എന്നിട്ട് എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ടല്ലോ, അന്ന് ടെൻറ്റിലല്ല താമസിച്ചേ, അപ്പോൾ ആളോട് ചോദിച്ചു ഞാനിങ്ങനെ. അപ്പോൾ ആളിനോട് അന്നേ പറഞ്ഞായിരുന്നു ടേക്ക് കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം, അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് ആ നാട്ടിൽ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. അപ്പം ആ നാട്ടിലുള്ള പൊതുവേ ഉള്ള പ്രശ്നത്തെ തടഞ്ഞു നിർത്താനായിട്ട് അവിടുത്തെ ഗവൺമെൻറ് അതിനെതിരെ നടപടി എടുത്തെങ്കിലേ നടക്കത്തുള്ളൂ, അല്ലാതൊന്നും നടക്കത്തില്ല. താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ശോഭയെ ആ സാധനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഈ പുള്ളിക്കാരോട് അങ്ങനെ ഇടപെട്ടേനെ. സോ അവന്മാർ അപ്രോച്ച് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഇങ്ങനെ കാണിച്ച് വശീകരിച്ച് ആ ഒരു സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെയും നമ്മുടെ നാട്ടിലും നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കുത്സിതങ്ങൾ നിങ്ങളുടെ മുമ്പിലും വന്ന് പെടാറുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് KSRTC ബസ്സിലും ട്രെയിനുകളിലും എല്ലാം ഇവന്റെ റിപ്ലിക്കായിട്ടുള്ള ചേട്ടന്മാർ ഉണ്ണിക്കുട്ടനെ കാണിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും സീനുണ്ടായാൽ അപ്പോഴേ നിങ്ങൾ കണ്ടുപോത്തുക എന്ന് ഞാൻ പറയത്തില്ല. അവനോട് 4 എണ്ണം പറഞ്ഞ് അവരത് ചെന്ന് പുറത്തിറക്കി വിടുക. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ഒന്നും ചെയ്യേണ്ട, ഒരു ലൈക്കും ഒരു ഹാർട്ടും മാത്രം ഇടുക. അപ്പോൾ മറ്റൊരു വീട്ടിലാണ് വരെ.